പെട്രോൾ ഡീസൽ വില വർധന ഏറ്റവും കൂടി നിന്ന സമയത്താണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ പേരിൽ അങ്ങ് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ധന സെസ് 2 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചത്. അല്ല, അന്നത്തെ എന്റെ പ്രസംഗം കൂടി ഒന്ന് കോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇത് അപകടമാണ്. ഈ 2 രൂപ ഇപ്പോൾ വില കൂടി നിൽക്കുമ്പോൾ വർദ്ധിച്ചാൽ, കാരണം കേരളം, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുന്ന ട്രക്കുകളാണ് വരുന്നത്. ഡീസലാണ്. പെട്രോളിനെക്കാളും കൂടുതൽ കൺസംഷൻ നടക്കുന്നത് ഡീസലാണ്. ഡീസൽ കൺസംഷനാണ്. ആ ഡീസൽ കൺസംഷൻ മാഹിയിൽ വരുമ്പോൾ വേറെ വില, തമിഴ്നാട് അതിർത്തിയിൽ വരുമ്പോൾ വേറെ വില, കർണാടക അതിർത്തിയിൽ വരുമ്പോൾ വേറെ വില. വലിയ വില വ്യത്യാസം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ട്രക്കുകൾ അവർ ഫുൾ ലോഡ് സംസ്ഥാന അതിർത്തിയിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് വരും, ഫുൾ ലോഡ്. അപ്പൊ ഞാനൊന്ന് പറഞ്ഞു, ഇതിന്റെ നിങ്ങൾ ഈ 2 രൂപ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നികുതി നഷ്ടം ഉണ്ടാവും. കാരണം ഡീസലിന്റെ കൺസംഷൻ കുറയും എന്ന് പറഞ്ഞു. അന്ന് അങ്ങ് പരിഹസിച്ചൊന്നും ഞാൻ പറയില്ല, അങ്ങ് പറഞ്ഞു ഒരു കൺസംഷനും കുറയാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാനത് ഓർത്തു വെച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങേക്ക് ഡീസൽ കൺസംഷന്റെ കണക്ക് കാണിച്ചു. 1.5 കോടി ലിറ്ററിന്റെ ഡീസലിന്റെ കൺസംഷൻ കുറവുണ്ടായി. 1.5 കോടി ലിറ്റർ. തെറ്റായ തീരുമാനമായിരുന്നു ആ സെസ് കൂട്ടാനുള്ള തീരുമാനം. അന്നത്തെ കാലത്ത് തെറ്റായ തീരുമാനം. കാരണം ഈ ട്രക്കുകളെല്ലാം പുറത്തു നടിച്ചു. അത് മാത്രമല്ല, ഇപ്പോഴും കേരളത്തിലേക്ക് അനധികൃതമായ ഡീസൽ, ഈ പെട്രോൾ വലിയ തോതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഒരു ടാക്സും കൊടുക്കാതെ, നമുക്ക് ടാക്സ് ഉണ്ടല്ലോ, സ്റ്റേറ്റിൽ ഒരു ടാക്സും കൊടുക്കാതെ വ്യാപകമായി വിറ്റഴിക്കപ്പെടുക. അത് തടയാനുള്ള അതിശക്തമായ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കും. ഒരു സംശയ കാര്യത്തിലില്ല.